الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولهن مثل الذي عليهن بالمعروف فانكحوهن بإذن أهلهن وآتوهن أجورهن بالمعروف. പ്രിയമുള്ള വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് രംഗത്തും അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് പൂർത്തിയാക്കി അള്ളാഹുവിൻ്റെ തിരു സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് മടങ്ങുന്ന വിജയികളുടെ കൂട്ടത്തിലും നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 2 ആഴ്ച മുമ്പ് 2 ഖുതുബകളിലായി നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം, അതിന് എന്തെല്ലാം മാർഗങ്ങളാണ് വിശുദ്ധ ഖുർആനും പ്രവാചകനും പഠിപ്പിച്ചത് എന്നുള്ള വിഷയമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അത് ഏതാനും ചില പോയിന്റുകൾ മാത്രം ആ ഓർമ്മ കിട്ടാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. എന്നെങ്കിലേ ബാക്കി ഭാഗം നമുക്ക് അതിൻ്റെ ബാക്കി എന്നോണം തുടർച്ച ലഭിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അന്ന് നമ്മൾ പറഞ്ഞു, ആദ്യം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇഖ്ലാസ് വേണം. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. കുടുംബമാണ്
ഒരു ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും വലിയ കേന്ദ്രം. അതിന് എന്തെല്ലാം വേണം? നമ്മുടെ ഇണകളായ ഭാര്യയും ഭർത്താവും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് കാണിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഭർത്താവിനെ അനുസരിക്കണം, അംഗീകരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വേണ്ട എല്ലാ നല്ലതായ ഖിദ്മത്തുകളും ചെയ്തു കൊടുക്കണം എന്നൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചത്, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ മക്കളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ അത് നമ്മൾ അന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സൂചിപ്പിച്ചത് കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ പറയുന്ന ഒരു ആയത്ത്, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നമ്മൾ വിശേഷിച്ചിരുന്നു. അതേപോലെ തന്നെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നുള്ള അള്ളാഹുവിന്റെ വചനവും നമ്മൾ അർത്ഥവും അതിന്റെ വിശദീകരണവും നമ്മൾ നൽകി. ഇനിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ, വിഷയത്തിന്റെ ദൈർഘ്യം കൊണ്ട് ഭാര്യമാരുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ അവസാനിപ്പിക്കും. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഭാര്യമാർക്കുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഭർത്താക്കന്മാരോടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പറയും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്ന അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നോക്കൂ. നിങ്ങൾ സ്ത്രീകളെ നമുക്കൊക്കെ അറിയാവുന്നൊരു ഹദീസ്, പ്രവാചകൻ പഠിപ്പിച്ച സ്ത്രീകളെ വളഞ്ഞ എല്ലുകൊണ്ട്, സാധാരണ നമ്മൾ വാരിയെല്ല് എന്ന് പറയും, അതുകൊണ്ടാണ് അവരെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അത് നിങ്ങൾ നിവർത്താൻ ശ്രമിക്കരുത്. ആ വളവ് ഒറ്റയടിക്ക് നിവർത്താൻ വേണ്ടി ശ്രമിക്കരുത്. ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുക? പൊട്ടിപ്പോ. നോക്കിയ പ്രവാചകന്റെ ആ ഒരു പ്രയോഗം നോക്കുകയാണെങ്കിൽ ആ വചനത്തിൽ എല്ലാം ഉണ്ട്. എങ്ങനെയാണ് ഒരു സ്ത്രീയെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ആ വചനത്തിൽ പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കുക. അത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പൊട്ടിക്കാൻ പാടില്ല. അതിനൊരുപാട് പ്രവാചകന്റെ ജീവിതത്തിലും സഹാബികളുടെ ജീവിതത്തിലും ഒരുപാട് മാതൃകകൾ നമുക്ക് കിട്ടും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉമറിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു. ഉമറിന്റെ വീട്ടിലേക്ക് ഒരു ആള് ചെന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ഒരു അരക്ഷിത വർഗമല്ല, ഒരു താഴ്ന്ന വിഭാഗമല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീകൾ ആരാണ്? അന്നിസാഉ ശഖായിഖുർ റിജാൽ എന്നാണ്. സ്ത്രീകൾ പുരുഷന്മാരുടെ പാതിയാണ് എന്നാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്. സ്ത്രീകൾ പുരുഷന്മാരുടെ പാതിയാണ്. അപ്പോൾ ആ പാതി അങ്ങനെ തന്നെ നമുക്കറിയാം, ഒരു വാഹനം ഓടണമെങ്കിൽ ബൈക്കാണെങ്കിൽ 2 വീലും ഒരുമിച്ച് ഓടണം. ഒരു വീല് പഞ്ചറായാൽ വണ്ടി മുന്നോട്ട് പോകില്ല. അതായത് 4 വീലുള്ള വാഹനങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു വീല് പൊട്ടിപ്പോയാൽ വാഹനം മുന്നോട്ട് പോകില്ല. അപ്പോൾ ഇതുപോലെ ഒരേ രൂപത്തിൽ പാതിയായിക്കൊണ്ടാണ് ഇസ്ലാമിലെ കുടുംബ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ നോക്കൂ നിങ്ങൾ, അൻ മുആവിയ ഇബ്നു ഹൈദ റളിയല്ലാഹു അൻഹു ഖുൽതു യാ റസൂലല്ലാഹ്, മുആവിയയിൽ നിന്ന് നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചോദിച്ചു, മാ ഹഖ്ഖു സൗജത്തിൻ അഹദിന അലൈഹി, അള്ളാഹുവിന്റെ ദൂതരെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോടുള്ള ബാധ്യതകൾ എന്തെല്ലാമാണ് എന്ന് പ്രവാചകനോട് ചോദിച്ചു. അപ്പൊ കാല, അവിടുന്ന് പറഞ്ഞു, അൻ തുത്ഇമഹ ഇദാ തുഇംത, നമ്മൾ കേട്ട ഹദീസ, നീ ആഹരിക്കുന്നുവെങ്കിൽ, നീ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവളെയും ആഹരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പുരുഷന്മാരായ നമ്മൾ പുറത്തുനിന്ന് നല്ല ഭക്ഷണങ്ങൾ, ബിരിയാണി, മന്തി, അങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങൾ, വീട്ടിൽ നമ്മളെ റേഷനരി വാങ്ങിക്കൊടുത്തിക്കണ്, അതിക്ക് എന്തെങ്കിലും വല്ല ചെറിയ രൂപത്തിലുള്ള വിഭവം, അങ്ങനെയല്ല. എന്താണോ പുരുഷനായ ആ വ്യക്തി കഴിക്കുന്നത് അത് തന്റെ ഭാര്യക്കും അതേ രൂപത്തിലുള്ള, അതേ കാറ്റഗറിയിലുള്ള ഭക്ഷണം കൊടുക്കണം എന്നാണ്. ഈ രൂപത്തിലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതല്ലാതെ എന്തെങ്കിലും കൊടുത്തിട്ട് അവിടെ ഭക്ഷണം കഴിക്കണം എന്നല്ല. എന്താണോ പുരുഷനായ ആ
ഭർത്താവ് കഴിക്കുന്ന അതേ ക്വാളിറ്റിയുള്ള അതേ രൂപത്തിലുള്ള ബിരിയാണിയാണെങ്കിൽ ബിരിയാണി തന്നെ വേണമെന്നില്ല, പക്ഷെ അതേ ക്വാളിറ്റിയുള്ള ഭക്ഷണം തന്റെ വീട്ടിൽ ഭാര്യക്കും നൽകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പൊ മിക്കവാറും ആളുകൾക്ക് അവസ്ഥ എന്താ? നിങ്ങൾ വിളിച്ചു വയ്ക്കും വീട്ടിക്ക്, എന്താണ് കൂട്ടാനുള്ളത്? അപ്പൊ ഭാര്യക്ക് കൂട്ടാൻ ഇത് കൊണ്ടേ കൊടുത്താലല്ലേ അവിടെ കൂട്ടാൻ ഉണ്ടാവുള്ളൂ, അത് കൊണ്ടേ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇന്നതൊക്കെയാണ്, എന്നാ ഈ കഴിച്ചോ, ഞാൻ ഇവിടുന്ന് പുറത്തു നിന്നോളാം. ഈ സ്വഭാവം ഒരു ഇസ്ലാമിക ഭർത്താവിന് ഉണ്ടാകാൻ പാടില്ല. വേഗം വീട്ടിലേക്ക് പോവാ, എന്താണ് അവിടെ ഉണ്ടാക്കിയത് അത് രണ്ടുപേരും കൂടി ഒരുമിച്ച്, മക്കളില്ലെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് കഴിക്കാം. നമ്മളൊക്കെ വീട്ടിലെ അവസ്ഥ, ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ എന്താ തളിച്ചുകൾ? ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണെങ്കിൽ പോലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കില്ല, അവിടെ കൊണ്ടു എടുത്തു എന്നിട്ട് അതൊന്ന് മൂടി വെക്കും. എന്നിട്ട് പറയും അവിടെ എടുത്ത ചിണ്ടുകാരി അല്ലേ, എന്നിട്ട് ഭാര്യ പോയി അവിടെ അരക്കലോ പാറന്തേരും അല്ല. ഭർത്താവ് വരുമ്പോൾ ആ ഭർത്താവിനെ സ്വീകരിച്ച് ആ ഭക്ഷണം വിളമ്പി വെച്ച് ഒരുമിച്ച് കഴിച്ച് ഒരു മീനിന്റെ കഷ്ടമൊക്കെ അങ്ങോട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പപ്പടത്തിന്റെ പൊട്ടൊക്കെ ഇങ്ങോട്ട് ഇട്ട്, അങ്ങനെയാണ് ഇസ്ലാമിക കുടുംബം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളൂ. അതാണ് ഈ പറയുന്നത്. അതായത് ഭക്ഷണം എന്തെങ്കിലും ഭക്ഷണം അവിടെ കഴിച്ചിട്ട് ഭാര്യ അവിടെ കഴിക്കുക, ഭർത്താവ് പുറത്തുനിന്ന് കഴിക്കുക, ആ രൂപത്തിലല്ല അവിടെ പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, തക്സൂഹ ഇതൊക്കെ ചെയ്ത, നീ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ അവൾക്കും വസ്ത്രം ധരിപ്പിക്കുക. നമ്മൾ വലിയ പിന്നെന്താ 1500 2000 ഷർട്ട് ഇടുക, ഭാര്യക്ക് 150 ഉറുപ്പ്യന്റെ ചുരിദാറും വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ 500 ഉറുപ്പ്യന്റെ പർദ്ദയും വാങ്ങിക്കൊടുക്കുക. അല്ല, ഏകദേശം നല്ല വസ്ത്രം തന്നെ അവൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാണ് അവിടെ ആ പാതി അന്നിസാവു ഷക്കായിക്കുൽ ഇജാലറല്ലോ, പുരുഷന്റെ പാതിയാണല്ലോ. അപ്പൊ ആ പാതിക്കും അതേപോലെ വേണം. ബൈക്കിന് 500 ഉറുപ്പ്യന്റെ റീബെൽറ്റ് ചെയ്ത ടയറിടുക മുന്നിക്ക്, ബാക്കിക്ക് നല്ല ഒറിജിനൽ ടയറും വാങ്ങാം. പറ്റൂല, മനസ്സിലാവും നമുക്ക്. രണ്ടും ഒരുമിച്ച് ഒരേ രൂപത്തിൽ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഞാൻ 2000 ഷർട്ട് ഇടാക്കുക, ഭാര്യക്ക് 500 ആണെങ്കിൽ ഞാനും 500 വാങ്ങിയിടുക. അതല്ല, രണ്ടുപേർക്കും ഒരുമിച്ച് ആ രൂപത്തിലുള്ളത് ആ കാറ്റഗറിയിൽ വാങ്ങാം. അപ്പൊ ഇതാണ് ഇത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ വിശദീകരിക്കാൻ ഒരുപാട് സമയം നമുക്ക് യൂട്യൂബിൽ വിശദീകരിക്കാം, ഒരു പരിമിതി ഉണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, വലാ തദ്രിബിൽ വജ്ഹ, നിങ്ങൾ അവരെ മുഖത്തടിക്കരുത്. നമ്മളാണെങ്കിൽ ആകെ അടിക്കുകയാണെങ്കിൽ തന്നെ അവിടെ അടിക്കുള്ളൂ. ഇന്നും എത്ര സ്ത്രീകളാണ് അറിയുങ്ങൾ ഈ ഭർത്താക്കന്മാരുടെ പീഡനം, അടിയും തൊഴിയും കുത്തും കൊണ്ട് കഴിയുന്നറിയുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മളെ ഇസ്ലാം പഠിപ്പിച്ച് നമ്മളെ പാതിയാണ് അവര്. അങ്ങനത്തെ ഒരു മനുഷ്യന്മാരാണ് നമ്മൾ. ഞാൻ നിക്കാഹ് ചെയ്തു എന്നതിന്റെ പേരിൽ ഒരു അധികാരം ഉപയോഗിക്കുക. ഞാനാണ് തിന്നാൻ തരുന്നത്, ഞാൻ പറഞ്ഞു കേട്ടോണം. ചില ഭർത്താക്കന്മാർക്ക് ഡയലോഗാ, ഞാനാ തിന്നാൻ തരുന്നത്, ഞാൻ പറഞ്ഞു കേട്ടോണം. പോണ്ടാർന്നാ പോണ്ട. എന്തൊക്കെയാ അറിയുന്നത്? ഇതൊന്നും ഒരു ഇണകൾക്ക് ഇസ്ലാമിൽ പാടില്ല. നല്ലോണം മനസ്സിലായി. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുടെ അതൊക്കെ നിർത്തിക്കൂടി. നിങ്ങളെ പരലോകത്ത് ഇതൊക്കെ ഒരു സ്ത്രീയാണ്, ആ സ്ത്രീക്ക് ഉള്ള അവളുടെ തേങ്ങലുണ്ടല്ലോ, ആ തേങ്ങൽ അള്ളാന്റെ അടുത്ത് എത്തും. നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ചില സ്ത്രീകളൊക്കെ ഇപ്പൊ ചില ആളുകളൊക്കെ ഈ കൂട്ടുകാരികളൊക്കെ പറഞ്ഞു, എന്താ അടി ചെയ്യണത്, സൈക്കല്ലാതൊരു നിവർത്തിയില്ല, എന്നും അടിയും കുത്തും ചവിട്ടും ബഹളം. പെരീക്ക് പോകാൻ പറ്റില്ല, പെരീക്ക് പോയ എന്റെ അമ്മാനി ബാപ്പാനി, എന്റെ ബാപ്പി ഇനി അപ്പം അറ്റാക്കായി പോകും. ഇനി അഥവാ പോയാൽ ചിലപ്പോ ആണുങ്ങൾക്കൊരു ഭാരമാവും. കുട്ടികള് ഇതുകൊണ്ടാണ്, അല്ലാതെ നമ്മളെ സ്നേഹിച്ചിട്ടല്ല. ഈ അടിക്കണോനെയും ആട്ടുന്നോനെയും തൊഴിക്കുന്നോനെയും അവരെ ഇഷ്ടപ്പെട്ടിട്ടല്ല ഈ സ്ത്രീകളോട് നിൽക്കുന്നത്. വീട്ടിലൊരു ബാപ്പിയമ്മയുണ്ട് പറഞ്ഞാച്ചേ, ഐറ്റികളെ മനസ്സ് വേദനിച്ചു പോകും അല്ലേ? അല്ലെങ്കിൽ ആങ്ങൾക്ക് ബാപ്പിയും മരിച്ചു പോയിട്ടുണ്ടാവും, ആങ്ങൾക്ക് ഭാരാവും. അവിടെ നിൽക്കുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ പ്രശ്നമാവും. അതുകൊണ്ട് ഇവിടെ സഹിച്ച് നിൽക്കുക. ഇത്ര സ്ത്രീകൾ അങ്ങനെ നിൽക്കുന്ന കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. ഇതിൽ പെൺകുട്ടികളില്ല ആണുകളുണ്ടാവും, ബാപ്പാരുണ്ടാവും പെൺകുട്ടികളിലെ. പൊതുവെ നമ്മുടെ പെൺകുട്ടികളോട് ബാപ്പാർക്ക് ഒരു സ്നേഹം കൂടുതലാണ്. കുട്ടികൾ മിക്കവാറും ചെറിയ പെൺകുട്ടികളുടെ, ആൺകുട്ടികളുണ്ടാവും പെൺകുട്ടികളുണ്ടാവും, പക്ഷെ പെൺകുട്ടികളോട് ബാപ്പാക്ക് പ്രത്യേക ഒരു സ്നേഹം, ഒരു കെയറിംഗ് ഒക്കെ ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ ഞാൻ തന്നെ, എനിക്ക് ചെറിയ പെൺകുട്ടി ഉണ്ട്, ഞാൻ തന്നെ ഇടയ്ക്കിന് ഓർക്കും, ഇപ്പൊ അവൾക്ക് 8 വയസ്സായി. പടച്ചോനെ ഇനി ഒരു 10-12 വയസ്സും കൂടി വരെയുള്ള എൻ്റെ ഒപ്പം ഉണ്ടാവുക. ആലോചിങ്ങൾ, അങ്ങനെ ആലോചിച്ചു പണികൾ. അങ്ങനെ ആ കുട്ടി പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് പതിച്ച് നടപ്പെടുക.
ആ കുട്ടിയോട് നമ്മൾ കാണിക്കുന്ന ആ സ്നേഹവും ആ കരുതലും ആ ബേജാറുണ്ടല്ലോ, അതുപോലത്തെ ഒരു ബാപ്പയാണ് നമ്മളെ വൈഫിന്റെ ബാപ്പി, അവളുടെ ഉമ്മി. നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്റെ കുട്ടിക്ക് എത്രമാത്രം വേദനിക്കുന്നുണ്ട്, അതേപോലെ വേദനിക്കുന്ന ഒരു മാതാവും പിതാവും അവിടെ ഉണ്ട് വീട്ടില്. അതാണ് ഓർമ്മ വരണം നമുക്ക്, അതാണ് ഓർമ്മ വരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരോടുള്ള ഈ സമീപനമൊക്കെ എന്ത് ചെയ്യണം? മാറ്റണം. അടിയും തൊഴിയും കുത്തുവെങ്കിലും മുഖത്തടിക്കരുത്. പ്രത്യേകം പറഞ്ഞതാ, ഒരിക്കലും അടിക്കാൻ പാടില്ല. നമ്മളാണെങ്കിൽ അടിക്കുകയാണെങ്കിൽ മിക്കവാറും ആളുകൾ അവിടെ ഞാൻ അടിക്കാം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം എന്നാ. ഇനി അതേപോലെ തന്നെ നോക്കി നിങ്ങൾ, വലാ തുകബ്ബിഹു, പുലഭ്യം പറയരുത്. മിക്കവാറും ആളുകൾ എന്ത് ചെയ്യും? എന്താണോ അവരുടെ വായിൽ കിട്ടുന്നത് അത് പറയാം, ഭാര്യനെ അതേ വിളിക്കുള്ളൂ. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റും. പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താ? ഈ തെറ്റല് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, തെറ്റല് എവിടുന്ന്? ബെഡ്റൂമിൽ നിന്ന് മാത്രമേ പാടുള്ളൂ, മക്കളെ കാണാൻ തെറ്റാൻ പാടില്ല. ഇത് നമ്മളെ കാണുന്ന ഇതെന്താ? ഭാര്യയും ഭർത്താവും തെറ്റിയാ പിന്നെ മക്കള് പോസ്റ്റ്മാനാ. ഉമ്മ പറയും അരി കഴിഞ്ഞു പറഞ്ഞാ. അപ്പൊ ബാപ്പ ഇത് മകൻ പോയി പറയുമ്പോ ബാപ്പാന്റെ മുറയുടെ എന്നാലും ഞാൻ തന്നെ കൊടുത്തിട്ടുള്ളൂ, അതിന് തീർന്നോ അവിടെ നിങ്ങട്ട്? ഈ ദേഷ്യം, ഇവിടെ തമ്മിലുള്ള ദേഷ്യം ഈ കുട്ടിനോടാ പോകും. നോക്കി, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കണതാ. ഇതൊക്കെ ഇത് ഇങ്ങനെ ഒരു സ്വഭാവം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിണ്ടല്ലോ, നല്ലോണം അടിച്ചു. ഈ മക്കളും ഇതേപോലെ അവർ നമ്മളെ വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടിരുന്നു. പെൺമക്കളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു, അവരും ഇതാ പഠിക്കുക. അവള് പോകുന്ന ഭർത്താവിനോട് ഇതേ സ്വഭാവമായിക്കാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായി ഒഴിവാക്കണം. ഇനി അതേപോലെ നോക്കി നിങ്ങൾ, ഇതേപോലെ ഒരു ഭാര്യയും ഭർത്താവിനും ഒരു പരാതി ഒരു ദിവസം യാദൃശികമായിട്ട് കേട്ടപ്പം ഭർത്താവ് പറയുന്നൊരു എന്താ? ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയപ്പോ അയാളുടെ പരാതി എന്താ? ഭാര്യ വന്നിട്ട് ഈ ഭക്ഷണം ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ വീട്ടിലെ, ആ ഡൈനിങ് ടേബിൾ മുണ്ടൂല, ഡൈനിങ് ടേബിളിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യും? അയിമ പിന്നെ കൊടുത്തിട്ട് എന്ന് പറഞ്ഞിട്ടൊരു പപ്പ. എന്നാ അത് ഭക്ഷണം എടുത്ത് വെച്ചിരുന്ന് പറയില്ല, കാരണം ഒരു തെറ്റിലാണ്. അപ്പൊ ഈ ടെട്ടെന്ന് മനസ്സിലാക്കിയത് ഭക്ഷണം ഇവിടെ റെഡി ആയിക്കുന്നു. എത്ര വീടുകൾ അങ്ങനെ ഉണ്ട് അറിയുന്നു? ഈ പാത്രം എന്ത് ചെയ്യുക? ഭക്ഷണം കൊടുക്കുന്ന പാത്രം കൊണ്ട് ഈ പിന്നെ ഡൈനിങ് ടേബിളുമായി ശബ്ദം ഉണ്ടാക്കുക, എന്നിട്ട് ഭർത്താവിന് വിവരം കൊടുക്കുക, ഭക്ഷണം അയക്കണം കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് വീടുകളുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അത് ഓർക്കുക. എനിക്ക് പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അവളെ എത്രമാത്രം നോക്കുമ്പോൾ. നിക്കാഹ് നടക്കുമ്പോഴൊക്കെ ചില ബാപ്പാര് കൈയൊടുക്കുമ്പോൾ പറക്കലുണ്ട്. നിക്കാഹ് നടക്കുമ്പോ ചില ബാപ്പാര് പെൺകുട്ടികളെ അവിടെ ഏൽപ്പിക്കുമ്പോണ്ടല്ലോ, ആ ഉള്ളിലൊരു പടയലുണ്ട്. എന്താണ് ആ പടയല്? ഒന്ന്, എന്റെ കുട്ടി എന്റെ അടുത്തുനിന്ന് പോവുക, ഇന്ന് മുതൽ പോവുക, ഞാൻ വളർത്തിണ്ടാക്കിയ എന്റെ പൊന്നു മോള് ഇന്ന് ഇവിടുന്ന് ഇറങ്ങാണ്. വല്ലാത്തൊരു വിഷമാണത്. അത് ആ സമയത്ത് പിതാക്കന്മാരെ മുഖത്തേക്കൊക്കെ അറിയാം. രണ്ടാമത്, എന്റെ കുട്ടി കയറി ചെല്ലുന്ന വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ എന്നോർത്തുകൊണ്ട് അദ്ദേഹം പടയാണ്, അദ്ദേഹത്തിന്റെ കൈ വറക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അങ്ങനെ നമ്മളെടുത്ത് ഏൽപ്പിച്ചതാണ് ആ പുന്നാര മകളെ. അപ്പൊ ആ മകളെ സംരക്ഷിക്കേണ്ട ബാധ്യത, നല്ല നിലയിൽ നോക്കേണ്ട ബാധ്യത ഞാൻ ഏറ്റെടുത്തിട്ടോ എന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഏറ്റെടുത്ത് കയ്യും കൊടുത്തൊരു മഹറും കൊടുത്തിട്ട് കൊണ്ടുവരിക. എന്നിട്ട് പിന്നെ അവിടെ കൊടുത്തിട്ട് നമ്മൾ അടിമയാക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പം വലാ തുകബ്ബിഹ്, പുലഭ്യം പറയാൻ പാടില്ല. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്തി, കേട്ടോ, വീട്ടിൽ നിന്നല്ലാതെ അവളോട് അകന്നു കഴിയാനും പാടില്ല. പ്രവാചകന്റെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇതാണെന്ന് അറിയുന്നത്. ഭാര്യയും ഭർത്താവും അഥവാ പെണ്ണുങ്ങാണെങ്കിൽ 1-2 ദിവസമൊക്കെ ബെഡ്റൂമിൽ നിന്ന് വിട്ടുക. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടാൾക്കും അതിന്റെ മാറ്റം രണ്ടാൾക്കും ഉണ്ടാവും, ഒരാൾക്ക് മാത്രമല്ല. രണ്ടാൾക്കും അതിന്റെ ഒരു പ്രയാസം ബുദ്ധിമുട്ടൊക്കെ അറിയുമ്പം എന്ത് ചെയ്യും? വീണ്ടും അത് യോജിക്കും. പക്ഷെ അത് ഇവിടുന്ന് അല്ലാതെ പാടില്ല. എന്നാൽ നമ്മളതോ അത് നമ്മുടെ ബെഡ്റൂമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അറിയാനും നാട്ടുകാരും അയൽപക്കക്കാരും പിന്നെ എന്താ കല്യാണത്തിന് മുമ്പ് അവിടെ കുടുംബക്കാരും എന്താ അങ്ങനെ ഉണ്ടാത്ത്, എന്തോ ദേഷ്യപ്പെടുന്നു, അതൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ 1-2 പറഞ്ഞുകാണ്ട് അതൊരു നാട്ടുകാർ മുഴുവൻ
അറിയുന്ന രൂപത്തിലാണ് നമ്മളെ വീട്ടിലെ പണക്കങ്ങളൊക്കെ. ഒരിക്കലും പ്രവാചകം പഠിപ്പിച്ചാൽ പുറത്തറിയുന്നതാണ്, പുറത്തറിയാൻ പാടില്ല. അത് അവിടെ വെച്ച് ഒതുങ്ങുക. ഇനി നോക്കൂ നിങ്ങൾ, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, സ്ത്രീകൾക്ക് ചില ബാധ്യതകൾ ഉള്ളതുപോലെ ന്യായമായ ചില അവകാശങ്ങളുണ്ട് സ്ത്രീകൾക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ മുത്തുബിൽ നമ്മൾ പറഞ്ഞ അവരെ ബാധ്യതകളാണല്ലോ. അപ്പൊ അവർക്ക് അവകാശങ്ങളുണ്ട്. ഫൻകിഹൂന ബിഇദ്നി അഹ്ലിഹിന്ന, അവരുടെ രക്ഷിതാക്കളുടെ അനുമതിയോടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വിവാഹം കഴിക്കണം. അപ്പൊ രക്ഷിതാക്കളെ അനുമതി വേണം. ആ രക്ഷിതാക്കളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി ഏൽപ്പിച്ചേണ്ടി. അങ്ങനെയാണ് ഇസ്ലാമിലെ സിസ്റ്റം. എന്നാ നോക്കൂ നിങ്ങൾ, ഈ ആയത്തിന് വിരുദ്ധമായിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരികളായ ആണും പെണ്ണും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിവാഹം വേണ്ട, ലെസ്ബിയൻ സംസ്കാരം, ആണും വിവാഹം കഴിക്കുക, പെണ്ണും വിവാഹം കഴിക്കുക. ഇപ്പൊ നോക്കൂ, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ഈ 2 ദിവസം മുമ്പ് നടന്ന ഒരു ലെസ്ബിയൻ ദമ്പതിമാര് എന്ന് പറയാൻ പറ്റില്ല, ദമ്പതിമാര്, ഇപ്പൊ തൽക്കാലം ഇപ്പൊ മനസ്സിലാകാൻ അങ്ങനെ പറയാം, അവരെ കുറിച്ചുള്ള ചർച്ചയാ. ഒരു ഫംഗ്ഷന് പോയി അവിടുന്ന് ആക്ഷേപിച്ച് അടക്കി വിട്ടു, അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ വിമർശനം വന്നത്, എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം? സമൂഹത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ അയാളെ വിമർശിച്ചു. അത് നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യമായതുകൊണ്ട്, ഇസ്ലാം അംഗീകരിക്കാത്തത് കൊണ്ടും ആളുകൾ പ്രതികരിച്ചു. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? രക്ഷിതാക്കളുടെ അനുമതിയോടുകൂടിയാണ് രക്ഷിതാക്കളാവണം എന്ത് ചെയ്യേണ്ടത്, നമുക്ക് വിവാഹം ചെയ്തു തരേണ്ടത്. ആത്തുഹുന്ന ഉജൂറഹുന്ന ബിൽ മഅറൂഫ്, ന്യായമായ വിവാഹ മൂല്യം അവർക്ക് നൽകണം. ഇതാണ് ഇസ്ലാം. ന്യായമായ വിവാഹ മൂല്യം അവർക്ക് എന്ത് ചെയ്യണം? നൽകണം. ഈ വിവാഹ മൂല്യം മഹർ. ഇപ്പൊ പഴയ ആളുകളുടെ ഒക്കെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ, ഇപ്പൊ പഴയ ആളുടെ പുതിയ ആളുകളെ നോക്കുമ്പോൾ, ഇപ്പൊ നമ്മളൊരു മഹറൊക്കെ കൊടുത്തിട്ട് ഒരു ഭാര്യനെ കൊടുത്തു, നിക്കാഹ് ചെയ്ത് കൊടുത്തു. ആ മഹർ എവിടെയെന്ന് ചോദിച്ചാൽ മിക്കവാറും ആ പെൺകുട്ടിന്റെ അടുത്ത് മഹർ ഉണ്ടാവില്ല. ഒന്നുകിൽ ഇവന്റെ ഈ പുതുമാരന്റെ അമ്മായി ഉമ്മ ഉണ്ടല്ലോ, നമ്മളെ സാറിന് അമ്മായിമ്മ എന്നറിയില്ലേ, അമ്മായിമാന്റെ അലമാരിലേക്കാണ് ഏത് ഇവളെ പണ്ടങ്ങളും ഇവളെ മഹറടക്കം 34 വാങ്ങി വെച്ചേക്ക. ഇത് അനുവദനീയമാണോ? അതാ പെണ്ണിന്റെ അവകാശ. അത് എന്ത് ചെയ്യണം എന്ന് അവളാ തീരുമാനിക്കേണ്ടത്. അതിനൊരു പരിധി വരെ ഈ പെണ്ണുങ്ങൾ കുറ്റക്കാരാട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ ഇതൊക്കെ ഈ വിഭാഗമൊക്കെ ഈ സ്ത്രീകൾ തന്നെയാണല്ലോ. അപ്പൊ അമ്മായിമ്മയാണെങ്കിലും മരുമകളാണെങ്കിലും നാത്തൂനാണെങ്കിലും ഇളയമ്മയാണെങ്കിലും അനിയത്തിയാണെങ്കിലും ജ്യേഷ്ഠത്തിയാണെങ്കിലും ഒക്കെ ഈ സ്ത്രീകൾ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ ആ സാധനം പണയം വെക്കുക, അല്ലെങ്കിൽ വിൽക്കുക. അപ്പൊ സ്വർണത്തിനൊക്കെ നല്ല വിലയാണല്ലോ, അപ്പൊ വിൽക്കും. വീട്ടിൽ ആ ക്യാഷ് ആരെടുത്തുണ്ട്? ഈ പെണ്ണിന്റെ അടുത്തുണ്ടോ? ഇല്ലെങ്കിൽ ആ വിവാഹം സാധുവാവില്ല. കുറ്റക്കാരാവും, അള്ളാന്റെ മുമ്പിൽ കുറ്റക്കാരാവും. ആ പെണ്ണിന്റെ നാണ മുതൽ മഹർ, അത് അവളെ അവകാശം. അല്ലേ പറഞ്ഞത്. വേറെ ആയത്തുകളുണ്ട്. അപ്പൊ മാന്യമായപ്പോ പഴയ ആളുകളൊക്കെ ചോദിച്ചാൽ പണ്ട് പൊരുത്തിപ്പൊടിക്കലേ, പണ്ടത്തെ വയസ്സന്മാരോടൊക്കെ ചോദിച്ചാൽ പൊരുത്തിപ്പൊടിക്കും അന്നത്തെ മഹർ. ഇപ്പൊ ഇവിടെ കുറെ വയസ്സന്മാർ തിരിക്കുണ്ടല്ലോ, ചോദിച്ചോ കണികൾ, പെണ്ണുങ്ങളെ മഹറുണ്ടോ ചോദിച്ചോ കണി. എന്താ അത്? ഒരു കുടുത്തോല്ലാറി കുടുത്തോണ്ടാക്കാൻ പറ്റില്ല. അത് മരിക്കോളം ആ സ്ത്രീക്ക് അവകാശപ്പെട്ടതാ. ഇല്ലെങ്കിൽ കൊടുത്തോളി, ഉണ്ടായി കൊടുത്തോളി. നാളെ അള്ളാന്റെ മുമ്പിൽ ഇരിക്കുന്ന മഹറിന്റെ പുതിയാപ്പ എടുത്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാല് കുറ്റക്കാരാവും. നല്ലോണം ആലോചിക്കണം നമ്മൾ. ഇത് നിസ്സാര വിഷയമല്ല. അപ്പൊ ഈ മഹർ എന്ന് പറഞ്ഞത് ആ പെണ്ണിന് അവകാശപ്പെട്ടത്, ആ വിവാഹ മൂല്യം നൽകിക്കൊണ്ട് തന്നെയാണ് വിവാഹം നയിക്കേണ്ടത്. ഈ അതേപോലത്തെ സ്ത്രീയോട് പറയുന്നിട്ട് മുഹ്സനാത്തി വേറെ മുസാഫിയാത്തി, അവർ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്ത് വേണം? വിവാഹം മുന്നോട്ട് കൊണ്ടുപോകണം. ആ നിക്കാഹ് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം. വലാ മുത്തഹിദാത്തിൻ അഹ്ദാനിൻ, പരസ്യമായി വ്യഭിചാരത്തിൽ ഏർപ്പെടാനോ ജാരമാരായ ആളുകളെ സ്വീകരിക്കാനോ പാടില്ല. ചില ആളുകൾ പരസ്യമായിട്ട് എന്ത് ചെയ്യും? വ്യഭിചാരത്തിൽ ഏർപ്പെടും. ചില സ്ത്രീകൾ, ചിലർക്ക് ഉള്ളിൽ പുറത്തേക്ക് അറിയില്ല, ഒരു പ്രത്യേക ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ രണ്ടും അള്ള എടുത്തു പറയണം. ഇത് രണ്ടും ഇങ്ങനെ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന ഒരു പെണ്ണ് ഇത് ചെയ്യാൻ പാടില്ല എന്നാ. ഭയങ്കര ഗൗരവ. ജാരന്മാരെ സ്വീകരിക്കുക, അല്ലെങ്കിൽ പരസ്യമായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ നടന്നു നോക്ക് നിങ്ങൾ. പ്രവാചകൻ പഠിപ്പിക്കുക, യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അക്റമഹുന്ന ഇല്ലാ കരീമുൻ, മാന്യനല്ലാതെ അവളെ മാനിക്കുകയില്ല. ഒരു പെണ്ണിനെ മാനിനെ മാനിക്കുള്ളൂ. ഇപ്പൊ എന്താ ഇപ്പൊ നമ്മളൊക്കെ ഒരു അവസ്ഥ? നമ്മളെ വീട്ടിലെ നമ്മളെ സ്ത്രീയോട് ചോദിക്കണം, നമ്മളെ വൈഫിനോട് ചോദിക്കണം, എങ്ങനെയുണ്ട് മൂപ്പര്?
നാട്ടിൽ ഒരു നിക്കാഹ് നടക്കണമെങ്കിൽ നമ്മൾ വേണം, ആ സ്റ്റേജിൽ പോയി കുത്തിരിക്കണം, അത്ര വലിയ ആളാ. നാട്ടിലൊരു മധ്യസ്ഥം പറയണമെങ്കിൽ ഞാൻ വേണം, എല്ലായിടത്തും ഞാൻ വേണം. ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ അവിടെ മൂപ്പരെ കൊണ്ട് നിർത്തും. പക്ഷെ ആ മൂപ്പരെ കുറിച്ച് ഭാര്യ പറയണം, കുഴപ്പമില്ലട്ടോ, ഇങ്ങനെ നമ്മളെ കുറിച്ച് പറയും. യഥാർത്ഥത്തിൽ അവരല്ല പറയേണ്ടത്. അപ്പം പ്രവാചകം പഠിപ്പിക്കുക, മാന്യനല്ലാതെ ഈ സ്ത്രീകളോട് അവരെ മാനിക്കൂല. അതേപോലെ വമ അഹാനഹുന്ന ഇല്ലാതെ ഈമുൻ, നീചനല്ലാതെ അവരെ നിന്ദിക്കൂല. അപ്പൊ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവൻ നീചനായിരിക്കും, മാന്യനാവൂല. അതാണ് റസൂൽ പറഞ്ഞതാ. പിന്നെ നിങ്ങൾ ഏറ്റവും നല്ല ആള് ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. മറ്റു ഹദീസ് പാറും വചനങ്ങളുണ്ട്, സമയമില്ലാത്തോണ്ട് ചുരുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ട് നല്ല രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ചില സാഹസിലൊക്കെ പോയി നമ്മൾ ഒരു ക്ലാസ് നടക്കുക, ഒരു പ്രസംഗം നടക്കുക. ആ സദസ്സിലെ ഇപ്പൊ കുട്ടി കരയുമ്പോ ചില ഭർത്താക്കന്മാർ ആ കുട്ടിനെ എടുത്തുകൊണ്ട് 4 കുടിക്കലൊക്കെ കുടിക്കൽ ഇങ്ങനെ പുറത്തേക്കാണ് കൊണ്ടുപോകും. അപ്പൊ അത് കണ്ടുകൊണ്ട് ഇവളുടെ ചങ്ങാതിന്റെ വാറ് പെണ്ണ് രാത്രി ഇവിടെ ഫോൺ വിളിക്കാം, ഇന്ന് ആ സദസ്സിൽ വെച്ചിട്ട് നിന്റെ കുട്ടി കരഞ്ഞപ്പോ എന്റെ ഭർത്താവ് വല്ലാത്തൊരു മനുഷ്യൻ, നല്ല മനുഷ്യൻ കേട്ടോ, ആ കുട്ടിനെ അവിടെ എടുത്തുണ്ടേ എന്ന് അവളോട് പറയാം. അപ്പൊ ആ സംഭവം ഈ പെണ്ണ് ഭർത്താവിനോട് പറയാം, ഇന്ന് ഇന്ന ഓള് നിങ്ങളാ ചെയ്തത് വിളിച്ചിട്ടും നിങ്ങളെ കോലപ്പ എനിക്കറിയില്ലേ ഇതാണ് അവസ്ഥ. കാരണം ആ പെണ്ണ് പറഞ്ഞത് അയാൾ ആ സമയത്ത് ചെയ്ത അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ഇയാൾ അളക്കണത്. പക്ഷെ ഈ ഭാര്യ എല്ലാ സമയത്തും ഇയാളുടെ കൂടെയാണ്. ഇതൊരു ഭാര്യ ഒന്ന് ചിരിച്ചിട്ട് പറയാം, നിങ്ങളെ അവസ്ഥ പുറത്തു പറയാൻ പറ്റുമോ മനുഷ്യ. ഈ രൂപത്തിലാണ് നമ്മളെ കുറിച്ചൊക്കെ ഒരു പേപ്പറൊക്കെ കൊടുത്താണ്ടല്ലോ. അപ്പൊ നോക്കി, അള്ളാന്റെ റസൂല് 12 പെണ്ണിട്ടി, 12 കല്യാണം കഴിച്ചു, 12 കല്യാണം. ഒരു ഭാര്യമാരും പ്രവാചകൻ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് നമ്മളെ കുറ്റി ഒരു A4 ഒരു A4 കൊടുത്താണ്ടല്ലോ 4 പിന്നെ ചോദിച്ചു വാങ്ങും. ആ രൂപത്തിലാണ് നമ്മളൊക്കെ അവസ്ഥ. അപ്പൊ നമ്മൾ ഇതൊക്കെ കൃത്യമായി ഇത് മനസ്സിലാക്കുകയും ഈ രൂപത്തിൽ നമ്മുടെ കുടുംബത്തെ, പ്രത്യേകിച്ച് നമ്മുടെ ഇണയെ ആ രൂപത്തിൽ നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യുക. ഇത് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ, ആയത്താണ്, ഹദീസാണ് ഞാൻ മുമ്പിൽ സമർപ്പിച്ചത്. അല്ലാതെ എന്റെ വക ഒന്നും ഇതിൽ കൂടുതലായി പറഞ്ഞിട്ടില്ല. ഇത് കൃത്യമായി ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകളുണ്ട്. അതോടെ ഖുതുബ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല. നമ്മളിത് പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിക്കണമെന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ആ ആയത്ത് തന്നെ തുടരുകയാണ്. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുക, പെരുമാറുക. ഫഇൻ കരിഹ്തുമൂഹുന്ന, അഥവാ നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും അനിഷ്ടം തോന്നുന്നുവെങ്കിൽ, എന്തെങ്കിലും വിഷയത്തിൽ അനിഷ്ടം തോന്നുന്നുവെങ്കിൽ, ഫഅസാ അൻ തക്റഹൂ ശൈഅൻ, മനസ്സിലാക്കുക നിങ്ങൾ ആ വെറുക്കുന്ന കാര്യം, നിങ്ങളെ ഭാര്യയിൽ നിങ്ങൾ ആ വെറുക്കുന്ന കാര്യം ഉണ്ടല്ലോ, വയജ്അൽ അല്ലാഹു ഫീ ഖൈറ, അള്ളാഹു നിരവധി നന്മ നിങ്ങൾക്ക് അതിൽ നിശ്ചയിച്ചു വെച്ചിരിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മളെ നാട്ടിൽ മിക്കവാറും ആളുകൾക്ക് ഈ ഭാര്യക്കും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കുറ്റങ്ങൾ പറയണ്ടാവും. പക്ഷെ ഇത് തമ്മിൽ പറയില്ല. അവിടെ അതിന്റെ പ്രശ്നം കിടക്കുന്നത്. ഇപ്പൊ എന്റെ ഭാര്യയിൽ എനിക്ക് 2-3 കാര്യങ്ങൾ എനിക്ക് അവളെ ചെയ്യുന്ന ഇഷ്ടമല്ല എങ്കിൽ ഞാൻ അവളെ വിളിക്കാൻ നല്ല രൂപത്തിൽ പറയാം, എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് നീ ചെയ്യരുത്. നല്ല രൂപത്തിൽ കേട്ടോ. ആദ്യം തന്നെ ഒന്നാണ് പൊട്ടിച്ചിട്ട് അല്ല പറയാം, നല്ല കോളത്തിൽ നല്ല ഭാഷയിൽ നല്ല രൂപത്തിൽ പറയാം. അതേപോലെ തിരിച്ചു ഭാര്യ ഇങ്ങോട്ടും പറയാം, എനിക്ക് നിങ്ങളുടെ ഇന്ന കാര്യങ്ങൾ ഇഷ്ടമില്ല, അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കണം, ഇതാണ് വേണ്ടത്. ഇതല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭാര്യന്റെ കുറ്റം ഭർത്താവ് ഭാര്യയോട് പറയാം, അല്ലെങ്കിൽ കുടുംബക്കാരോട്, അല്ലെങ്കിൽ അയൽവാസിനോട്, അല്ലെങ്കിൽ വേറെ നേരെ തിരിച്ചു അങ്ങനെ തന്നെ. അത് ഒഴിവാക്കിയിട്ട് എന്ത് വേണം, ഈ രൂപത്തിൽ നോക്കി. നിങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹന്റെ
ഒരു ചരിത്രം നമുക്കറിയാലോ, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതാ. ഹഫ്സയുടെ വീട്ടിൽ നിന്ന് തേന് ഒഴിച്ചിട്ട് ഒരു ചെറിയ പലഹാര വസ്തു എന്ന് പറയുന്നത്, അത് കിട്ടി പ്രവാചകന്. അങ്ങനെ പ്രവാചകൻ എന്ത് പോരാൻ നേരത്ത് ഹഫ്സയോട് ചോദിച്ചു, പിന്നെ ആയിഷക്ക് ഒരു ലേശം കൊണ്ടാ. അങ്ങനെ ഒരു പ്ലേറ്റിൽ ലേശം കൊടുത്തു. അത് കൊടുന്നിട്ട് ആയിഷ ബീവിക്ക് കൊടുക്കുമ്പോൾ നബി അവിടെ നിന്നാണ് വരുന്നത് ആയിഷക്കറിയാം. ആ പാത്രം തട്ടി, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആ കുള്ളത്തിയോടാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഹഫ്സ റളിയല്ലാഹു അൻഹ ഒരു ലേശം ഉയരം കുറഞ്ഞ സ്ത്രീയായിരുന്നു. അപ്പൊ ആ കുള്ളത്തിനോടാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നും പറഞ്ഞിട്ട് ആ പാത്രം തട്ടി. സ്വാഭാവികമാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ചെറിയൊരു, അങ്ങനെ ആ പ്രവാചകൻ അവിടെ ഇടപെട്ട ശൈലി നമുക്കൊക്കെ അറിയാം. പ്രവാചകൻ ആ പാത്രം ഉള്ളി പൊറുക്കി, എന്നിട്ട് ആയിഷനോട് പറഞ്ഞു, ആയിഷ, ഈ പാത്രം പൊട്ടിയത് ഹഫ്സ ഒരു പക്ഷെ നിനക്ക് പുറത്തു തരും, പക്ഷെ ഈ ഭക്ഷണം ഉണ്ടല്ലോ തട്ടിയത്, അത് നാളെ അള്ളാന്റെ മുമ്പിൽ സമാധാനം പറയണ്ടി. അത് മാത്രമല്ല, നീ വിളിച്ച വിളിണ്ടല്ലോ ഉള്ളത്തി, അത് വലിയ സമുദ്രത്തിൽ ആ വാക്കെങ്ങാനും കലക്കിയാൽ ആ സമുദ്രം ആകെ കലങ്ങി മറിയും. അതുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കന്നെ ചോദിച്ചോ എന്നാണ് ആയിഷ ബീവിയോട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സമീപനം നോക്കിയാൽ പ്രവാചകൻ അത് ആ രണ്ട് വിഷയം നല്ല മാന്യമായ രൂപത്തിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി. ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും നമുക്കൊക്കെ അറിയാം. അപ്പൊ ഈ രൂപത്തിലാണ് ഇതൊക്കെ എന്ത് ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മൾ ഒരു 4-5 കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മുടെ വീട്ടിലുള്ള ഈ സ്ത്രീകൾക്ക് വേണ്ടി വിലപ്പെട്ട സമയം എന്തിനാ അവർക്ക് വേണ്ടി ചെലവഴിക്കും. ഒന്ന് നമ്മൾ ചെയ്യേണ്ടതാണ്. അവനവൻ സ്വന്തം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വിലപ്പെട്ട സമയം മാറ്റി വെക്കാറുണ്ടോ, നീക്കി വെക്കാറുണ്ടോ? ഒരു ദിവസം ആയിഷ ബീവി പറയാം, പ്രവാചകരെ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് ഇതിന് മടുത്ത് ഒന്ന് പുറത്തു പോകാൻ നമുക്ക്. അങ്ങനെയാണ് എന്ത് എത്യോപ്യക്കാരെ മറ്റേ കളി കാണാൻ വേണ്ടിയിട്ട് അവരുടെ ആ ആയുധ പരിശീലനമല്ലോ, അത് കാണാൻ വേണ്ടി എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനെ കൊണ്ടുപോകാം. എന്നിട്ട് ആയിഷ ബീവിനെ ബാക്കിൽ നിർത്തിയിട്ട് ആയിഷ ബീവിന്റെ താടി പ്രവാചകന്റെ ഈ ചുമലിൽ വെക്കുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാൻ ആ ചുമലിൽ നല്ലോണം കുത്തി വെച്ചു. പ്രവാചകന് വേദന എടുത്തിട്ടുണ്ടാവും. നമുക്ക് കുറച്ചു നേരം നമ്മൾ കൈ പിടിച്ചിരുന്നാൽ തന്നെ നമുക്ക് ഒരു വേദന ഉണ്ടാവും, ഒരു പ്രയാസം ഉണ്ടാവും. അപ്പൊ പ്രവാചകൻ എന്ത് ചെയ്തു, അത് കഴിയുന്നത് വരെ എന്റെ താടി ഒന്നും എടുക്കാൻ പറഞ്ഞില്ല. അപ്പൊ പ്രവാചകന്റെ ആ സ്നേഹം ഞാൻ അന്ന് മനസ്സിലാക്കിയ ഈ രൂപത്തിലാണ്. നമ്മളൊക്കെയാണെങ്കിലോ ഒരു 2 മിനിറ്റ് വെച്ചാൽ പറയും അല്ലേ, സഹിക്കും നമുക്ക്. അപ്പൊ ഇതാണ്, ഈ രൂപത്തിലാണ് നമ്മളെ വിലപ്പെട്ട സമയമാണ് അവർക്ക് വേണ്ടിയിട്ട്. കാരണം അവർ ഈ പറയുന്ന പോലെ അവരുടേതായ ലോകത്താണ് എല്ലാ സമയത്തും. അതുകൊണ്ട് തന്നെ വിലപ്പെട്ട സമയം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ആ വിലപ്പെട്ട സമയം നമ്മൾ അതിനു വേണ്ടി കണ്ടെത്തുക. അതാണ് നമ്മൾ ഒന്ന് നമ്മൾ ചെയ്യേണ്ടത്. ഈ അതേപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കുക. എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുക? എനിക്ക് സ്നേഹം, മിക്കവാറും ആണുങ്ങളുടെ സംസാരം തരകൾ എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കാൻ എന്നെ കൊണ്ട് വയ്ക്കുക. എന്താ പറയാ, സ്നേഹമുണ്ട്, പ്രകടിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ പ്രകടിപ്പിക്കാൻ കഴിയണം. അത് ഭാര്യയെ ബോധ്യപ്പെടുത്താൻ കഴിയണം, തിരിച്ച് ഇങ്ങോട്ടും അത് കഴിയണം. അതിനെന്താണ് സാമീപ്യം, അടുത്തിരിക്കുക. ഭാര്യ ഭർത്താവും ഇത് ഒരു കുറച്ചു നേരം കിട്ടിയാൽ വേഗം അവിടുന്ന് ഫോൺ വരും, അങ്ങാടി പോരല്ല, ഭാര്യൻ്റെ അടുത്ത് കുറച്ചു നേരം നിൽക്കുക. അതാണ് സാമീപ്യം. അത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാർക്ക് ഭർത്താവിന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടും. അത് ഇഷ്ടപ്പെടാതെ എപ്പോഴാ ഇവിടുന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോഴാ ഭർത്താവിന്റെ സ്വഭാവം ദൂഷ്യമാവുമ്പോഴാണ്, പെരുമാറ്റം മോശമാവുമ്പോഴാണ് ഈ പറഞ്ഞ രൂപം ഉണ്ടാകുന്നത്. അതില്ലെങ്കിലോ ഭാര്യ പറയും, ഇപ്പൊ തന്നെ കൊണ്ടുവരാം, 5 മിനിറ്റ് പോവാം, ഞാൻ ചായ ഉണ്ടാക്കാം, ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ ഇരിക്കി എന്ന് പറയും. മറ്റതോ കട്ടൻ ചായ വെച്ചിട്ടുള്ളൂ ഞാൻ, അങ്ങനെ പറയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ട്രീറ്റ് ചെയ്യണം നടത്തും. അതേമാതിരി തന്നെ ഈ ഹഗ് ചെയ്യുക. ഈ ഹഗ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഓർമ്മ വരും. ഇപ്പൊ സോഷ്യൽ മീഡിയ ആകെ നോക്കി നിങ്ങൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ ഒരു 2 ആൾക്കാർ, ജിജി മാരിയോ പിന്നെ വേറെ ഒരാൾ കൂടി, അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് ക്രൈസ്തവത്തിലേക്ക് പോയതാ, ഫാദർ സുലൈമാൻ എന്ന് പറയുന്ന ആളാ, അറിയാം നിങ്ങൾക്ക്. അവരുടെ ക്ലാസ്സൊക്കെ കേട്ടിട്ട് എത്ര ആളുകളാ അറിയുന്നത്. പക്ഷെ അതെന്ത് ചെയ്യുന്നുള്ളൂ, അത് നാടകമായിരുന്നു, അത് ഒറിജിനൽ അല്ല, അത് അഭിനയമാണ്.
നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതെന്താണ്? അത് ഒറിജിനാലിറ്റി. അത് അവിടെ നാടകമല്ല. അതുകൊണ്ടാണ് അത് പൊട്ടിപ്പാളിച്ചത്. ഇപ്പൊ എന്താ തമ്മിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? ഈ ഹഗ് ചെയ്യണം. ആ ലേഡിന്റെ ഒരു കാസ്യം കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഹഗ് ചെയ്യാറുണ്ടോ, ഭർത്താവിനെ കെട്ടിപ്പിടിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചത്. പക്ഷെ കെട്ടിപ്പിടിക്കൽ ഇല്ലാതെ കെട്ടിപ്പിടിക്കാതെ നമുക്ക് പ്രാവശ്യത് സെറ്റ് ഓഫ് ബോക്സിനോട് അടിയാണ് കിട്ടിയിട്ട് നോക്കി നിങ്ങൾ. അപ്പൊ ഇങ്ങനെ ആവാൻ പാടില്ല അർത്ഥം. അതൊക്കെ ഈ പറഞ്ഞത് കാട്ടിക്കൂട്ടലുകളാണ്. ഇത് ഒറിജിനാലിറ്റി ആവണം. അതിനെന്ത് വേണം? ഭാര്യമാരെ കെട്ടിപ്പിടിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കണം. അപ്പൊ എന്താ ഇപ്പൊ നമ്മളൊക്കെ ഈ പ്രായമുള്ള ആളുകൾക്ക് അവസ്ഥ എന്താ? നിങ്ങൾ ഒരു വീട്ടിൽ ഒരു മകൻ കല്യാണം കഴിച്ചു, അന്ന് മുതൽ പിന്നെന്താണ്? ബാപ്പ വേറെ റൂമില്, ഉമ്മ വേറെ റൂമില് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ഓട്ട മത്സരം നടത്തിയത് 52ാമത്തെ വയസ്സിൽ ആയിഷനെ കല്യാണം കഴിക്കുന്നത്. എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഓട്ട മത്സരം നടത്തുമ്പോ നമ്മളിപ്പോ ഈ ഇരിക്കണ വയസ്സന്മാരായ ഒരു ബൈക്കുമ്പോ പോയാൽ മതി. അപ്പൊ നമ്മളും കളിയാക്കും, എന്താ പോലൊരു അല്ലേ? വീട്ടിലെ മക്കളും പറയും ബാപ്പാനും ഉമ്മാനും വിചാരം പോലും ഇപ്പൊ ചെറുപ്പക്കാരാണ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുകയും ഈ രൂപത്തിൽ നമ്മൾ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ ഏത് 95 വയസ്സായാലും ഈ ഇണകൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് റൂമിൽ കിടക്കേണ്ടതും, ഒരുമിച്ചാണ് അവരുടെ സഹവാസം ഒരുമിച്ചാവണം. അങ്ങനെ എല്ലോടൊക്കെ ഉണ്ടെങ്കിലും മാറ്റിക്കൂടി. അങ്ങനെ ഒരു മാതൃക ഇസ്ലാമിലില്ല. നോക്കുന്നത് ഒരു കമിതാക്കൾ പിന്നെ ഒളിച്ചോടിയത് എത്ര 68 വയസ്സുള്ള 68 വയസ്സുള്ള ഒരാളും അയാളുടെ ഭാര്യയും ഒളിച്ചോടി വലിയ വാർത്തയും ഒരു 5-6 മാസമായിട്ട് അവർക്ക് തോന്നുന്നു. എന്താ ഒളിച്ചോടിയാൻ കാരണം? മക്കൾ പറഞ്ഞു ഉമ്മാനെ ഞാൻ കൊണ്ടുപോയിക്കോളാം, ബാപ്പാനജ്ജും കൊണ്ടുപോയിക്കോ. ഉമ്മയും ബാപ്പിയും അപ്പുറത്തും പുറത്തും. അവസാനം രാത്രിക്ക് രാത്രി പോലും കയറുക. അതങ്ങനെ നിന്നിട്ടില്ല കാലം വരെ. രാത്രിക്ക് രാത്രി അവരെന്ത് സാധാരണ ചെറുപ്പക്കാരുകൾ ഒളിച്ചോടുന്ന മാതിരി ഈ 68 വയസ്സുകാർ ഒളിച്ചോടുക. അപ്പൊ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ മനുഷ്യന്മാരുടെ പരസ്പരം സ്നേഹിക്കുന്ന ചില സംഭവമൊക്കെ നമുക്ക് കാണാം. പല അങ്ങനെ അനുഭവം ഉണ്ടായിട്ട് ചില വീട്ടില് ഭാര്യ മുന്നേ മരിച്ചാൽ ഏതാനും ദിവസം കൊണ്ട് ഭർത്താവ് മരിക്കേണ്ട പല വീടുകളും വയസ്സായ ആളുകൾ. ഭാര്യ മരിച്ചാൽ 1-2 മാസത്തിനുള്ളിൽ ആ പ്രായമുള്ള മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ട്? അയാളുടെ മനസ്സിലുള്ള വിഷമാണ്. എത്ര വീടുകൾ അങ്ങനെ കാര്യങ്ങൾ. അതാണ് ഈ ബന്ധം. അത് അള്ളാഹ് ഇട്ട് തരുന്ന ഒരു മബദ്ധത്തുണ്ടല്ലോ, ആ കാരുണ്യം ഉണ്ടല്ലോ, അതാണ് ഈ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കുകയും അതേപോലെ തന്നെ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഒഴിഞ്ഞിരിക്കുക, സംസാരിക്കുക. അതേമാതിരി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉരുള വരെ പ്രവാചകൻ പഠിപ്പിച്ചിരുന്നു. ഒരു സ്വതക്കേണെന്നാ തന്റെ ഭാര്യയ്ക്ക് ഒരു ഉരുള ഭക്ഷണം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പഴംപൊരിന്റെ കഷ്ടം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇറച്ചിന്റെ കഷ്ടം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചിക്കന്റെ പീസ് കൊടുക്കുന്നത് ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കുന്നത് ഹദീസിൽ വന്നൊക്കെയാ പ്രവാചകൻ. ഹദീസ് കാണുന്നോട്ടെ, നമ്മളെ കൊണ്ട് ഇപ്പോൾ തൽക്കാലം കഴിയൂല അല്ലേ? ഇതെന്തിനാണ്? ആ രൂപത്തിലാണ് ഒരു ഇസ്ലാമിക കുടുംബം മുന്നോട്ട് നീങ്ങേണ്ടതെന്ന് പഠിപ്പിക്കാനാണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഒത്തുമേൽ നമുക്ക് വിശദീകരിക്കാം. വേറെ സാന്ദർഭികമായിട്ട് 1-2 കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാളെ അൽമനാർ ഇസ്ലാഹി സെന്ററിൽ വെച്ചിട്ട് നമ്മുടെ അൽമനാർ ഹജ്ജ് സെല്ലിന്റെ ഓഫീസ് ഉദ്ഘാടനവും അതേപോലെ ഹജ്ജ് പഠന ക്ലാസ്സും ഉണ്ട്. നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ്. ഹജ്ജിന് പോകുന്ന ആളുകൾ, അതേപോലെ തന്നെ ഹജ്ജിന് പോകാൻ കുടുംബത്തിലൊക്കെ കിട്ടിയ ആളുകൾ, അതേപോലെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ വിവരം അറിയിച്ചുകൊണ്ട് നാളത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യണം? പരമാവധി നിങ്ങൾ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ നാളെ ആ ഓഫീസ് ഉദ്ഘാടനത്തിലും അതേപോലെ ഹജ്ജ് പഠന ക്ലാസ്സിലും പരമാവധി നമ്മൾ പങ്കെടുക്കണം, സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കണം. നമുക്ക് ചേരമാൻ ജുമാ മസ്ജിദിന്റെ മഹലിന്റെ 2025 വാർഷിക പൊതുയോഗം ഈ മാസം നവംബർ 30 നടത്തുന്ന വിവരം ആ മഹലിൽപ്പെട്ട ആളുകൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇവിടെ ആ മഹലിൽപ്പെട്ട ആളുകൾക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവര് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വരുന്ന നവംബർ 30 ഞായറാഴ്ചയാണ്. ആ ബന്ധപ്പെട്ട ആളുകൾ ആ ജനറൽ ബോഡിയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുതുപോലുമായ തെറ്റുകുറ്റങ്ങളാവും നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ പ്രയാസങ്ങളാവും ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.